കൂടുതൽ വിശദാംശങ്ങളുമായി ബിനീഷ് കൊട്ടാരത്തിൽ ചേരുന്നുണ്ട്. ബിനീഷ്, മഹാരാഷ്ട്രയിൽ തുടർ ഭരണം ഉറപ്പിച്ച് മഹായുതി മുന്നണി രംഗത്ത് വരുന്നു. ഒരുപക്ഷേ സമീപകാലത്ത് വച്ച് നോക്കുമ്പോൾ BJPയുടെ വൻ നേട്ടമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ദിശാസൂചികയായി തന്നെ ഇതിനെ കാണേണ്ടി വരുന്നു. പല സഖ്യങ്ങൾക്കും ഒരു നേർരേഖ കാണിക്കുകയും അതോടൊപ്പം തന്നെ പല സഖ്യങ്ങളും പൊട്ടി പിളർന്ന് മറ്റൊരു രൂപം പ്രാപിക്കുകയും ഈ പിളർന്നതിന് മറ്റൊരു രാഷ്ട്രീയ ചലനമില്ലാത്ത സാഹചര്യത്തിലേയും പോകുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം മുന്നേറ്റമുണ്ടാക്കി BJP മഹാരാഷ്ട്രയിൽ? രാജേഷ്, വളരെയധികം വലിയ മുന്നേറ്റം തന്നെയാണ് BJP സഖ്യം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. BJP വലിയ ചരിത്രം നേടുന്നു. 133 സീറ്റുകൾ അവർ ഉറപ്പായും വിജയിക്കുമെന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. സഖ്യത്തിന് മൊത്തത്തിൽ 224 സീറ്റ് ലഭിക്കുന്നു. ഏതാണ്ട് 4/3 സീറ്റുകളും നേടുന്നു. 75% സീറ്റുകൾ നേടിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിൽ BJP സഖ്യം അധികാരത്തിൽ വരുന്നത്. രാജേഷ് സൂചിപ്പിച്ചതുപോലെ ശിവസേനയും NCPയും രണ്ടായി പിളർന്ന് അതിൽ ഓരോ വിഭാഗം എതിർചേരിയിൽ നിന്ന് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. BJP പക്ഷത്തായിരുന്നു ശിവസേനയുടെ ചിഹ്നവും പാർട്ടി പേരും ലഭിച്ച ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ NCPയിൽ ചിഹ്നവും പേരും ലഭിച്ച അജിത് പവാറിൻ്റെ NCPയും BJP പക്ഷത്തായിരുന്നു. എന്നാൽ NCPയുടെയും ശിവസേനയുടെയും പാരമ്പര്യം പേർന്ന അത് ഇന്ത്യ സഖ്യത്തിൽ ഒപ്പമായിരുന്നു. ഈ രണ്ട് തരത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഔദ്യോഗിക അംഗീകാരം ലഭിച്ച പാർട്ടികൾ തന്നെ ശക്തമായി നിലകൊള്ളുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ ഒരു വിജയം വളരെയധികം മിന്നുന്ന ഒരു വിജയം തന്നെയാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശിവസേന ഷിൻഡെ വിഭാഗം 50 സീറ്റോളമാണ് നേടിയിരിക്കുന്നത്. അതുപോലെ അജിത് പവാറിന് 35 സീറ്റിലധികം ലഭിക്കുന്നു. അതേസമയം മറുപക്ഷത്ത് ശിവസേനയ്ക്ക് ലഭിക്കുന്നത് 26 സീറ്റാണ്. മറുപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയായി, അതായത് കോൺഗ്രസിനേക്കാൾ 10ഓളം സീറ്റിന് മുകളിലാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേന. അതുപോലെ NCPക്കും ശരത് പവാറിൻ്റെ NCP, അതാണ് NCPയുടെ രൂപീകൃതാവ് കൂടിയാണ് ശരത് പവാർ. ശരത് പവാർ രൂപീകരിച്ച NCP ശരത് പവാർ തന്നെ ഇപ്പോഴും നേതൃത്വം നൽകുമ്പോൾ 13 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് മഹാരാഷ്ട്ര ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ശിവസേനയും NCPയും തകരുമ്പോൾ ഔദ്യോഗിക പക്ഷത്തേക്ക് BJP പക്ഷത്തേക്ക് പോയ NCPയും ശിവസേനയും ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതും സമീപകാലത്തൊന്നും ഇല്ലാത്ത മിന്നുന്ന ഒരു വിജയം, അതിശക്തമായ ഒരു വിജയം തന്നെയാണ് ഇതൊക്കെ നൽകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഉണ്ടായ ഒരു തകർച്ച വളരെ വലുതാണ്. കാരണം മഹാരാഷ്ട്രയിൽ ഒരു കാലത്ത് മഹാരാഷ്ട്രയുടെ ഭരണം നിലനിർത്തിയിരുന്ന കോൺഗ്രസ് ഇപ്പോൾ അവിടെ ഏറ്റവും താഴെയുള്ള കക്ഷികളിലെ എണ്ണത്തിലേക്ക് താഴുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയവും ദയനീയവുമായ കാര്യം. അങ്ങനെ മഹാരാഷ്ട്ര പൂർണ്ണമായി പിടിച്ചെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ തിരിച്ചടി NDA സഖ്യത്തിന് ഉണ്ടായിരുന്നു. 48 സീറ്റിൽ 41 സീറ്റ് അതിന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ NDA സഖ്യം 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ അത് 19 സീറ്റിലേക്ക് താഴ്ന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് BJP സഖ്യം തിരിച്ചു വന്നിരിക്കുന്നു. അതും മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ തന്നെ മികച്ച വിജയവുമായി തിരിച്ചു വന്നിരിക്കുന്നു. രാജേഷ്, ബിനീഷ് സൂചിപ്പിച്ചതുപോലെ ഇനി ചിന്തിക്കേണ്ടത്, ഒരുപക്ഷെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും ഇവിടെ സഖ്യം വന്നപ്പോൾ പോലും ഈ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും അജിത് പവാറിൻ്റെ NCPയുടെയും രാഷ്ട്രീയ ഭാവി എന്ത് എന്ന് തന്നെയായിരുന്നു. ഈ സഖ്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് ഒരു പക്ഷേ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ രാഷ്ട്രീയ ഭാവി അതോടുകൂടി തീർന്നു എന്ന് നിരീക്ഷിച്ച രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. പക്ഷേ നമുക്ക് ഇനി എങ്ങനെ വിലയിരുത്താം? ഭാവിയിൽ അവർക്ക് ഇനിയൊരു നേട്ടമുണ്ട്, വളർച്ചയുണ്ട് എന്ന് തന്നെയാണോ? രാജേഷ്, തീർച്ചയായിട്ടും BJP പക്ഷത്ത് നിൽക്കുന്ന ശിവസേനയ്ക്കും NCPക്കും അത് രണ്ടുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം അംഗീകരിച്ചിരിക്കുന്ന പാർട്ടി. ആ രണ്ട് കക്ഷികൾക്കും ഒരു സ്വാധീനം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണുള്ളത്. എന്നാൽ ശിവസേനയുടെ യഥാർത്ഥ പിൻഗാമിയാകുന്ന, അതായത് ബാൽ താക്കറെയുടെ പിൻഗാമിയായി എത്തുന്ന ഉദ്ധവ് താക്കറേക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അത് ഒരു പക്ഷേ നമുക്കറിയാം, ശിവസേന എന്ന് പറയുന്നത് BJPയേക്കാൾ കടുത്ത ഹിന്ദുത്വവാദം ഉന്നയിച്ചിരുന്ന രാഷ്ട്രീയ കക്ഷിയാണ്. BJPയുടെ ഹിന്ദുത്വവാദത്തിന് ശക്തി പോരാ എന്ന് പറയുന്ന വിഭാഗമായിരുന്നു ശിവസേനയിലേക്ക് ചേക്കേറിയിരുന്നത്, അല്ലെങ്കിൽ ശിവസേനയുടെ ഭാഗമായിരുന്നത്. ആ ശിവസേന കോൺഗ്രസോടുമായി ചേരുമ്പോൾ അവർക്ക് അത്രയും ശക്തമായ ഹിന്ദുത്വ വികാരവുമായി മുന്നോട്ട് പോകുവാൻ കഴിയില്ല. ശിവസേനയുടെ ആശയങ്ങൾ, അതിതീവ്രമായ ആശയങ്ങൾ ഉണ്ട്, ആ ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല.
സവർക്കറെയൊക്കെ ഏറ്റവും മഹത്വവൽക്കരിക്കുന്ന ശിവസേനയാണ് ഉദ്ധവ് താക്കറെയുടെ അടക്കമുള്ള ശിവസേന. അതിനെ അംഗീകരിക്കുവാൻ കോൺഗ്രസിന് കഴിയില്ല. അങ്ങനെ അവിടെ യോജിക്കാത്ത രണ്ട് കക്ഷികൾ തമ്മിലാണ് ശിവസേനയും കോൺഗ്രസും തമ്മിലുള്ള, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം. അതിന് ഏറ്റ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശരത് പവാറിലേക്ക് വരുമ്പോഴും NCPക്ക് രൂപം നൽകിയത് കോൺഗ്രസുമായി പിണങ്ങി, കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല, സോണിയാഗാന്ധി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ കലാപമുണ്ടാക്കി പുറത്തു വന്ന് NCP രൂപീകരിച്ച നേതാവാണ് ശരത് പവാർ. ആ ശരത് പവാർ മഹാരാഷ്ട്രയിൽ അതിശക്തനായി മാറുന്നൊരു കാഴ്ചയും നമ്മൾ പലതവണ കണ്ടതാണ്. എന്നാൽ കോൺഗ്രസുമായി വീണ്ടും ചേർന്ന് മത്സരിക്കുമ്പോൾ ശരത് പവാറിൻ്റെ NCP ക്ഷീണിക്കുന്നു, അത് വളരെയധികം ക്ഷീണിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ കാരണം. അതുകൊണ്ട് തന്നെ NCPയുടെ ശരത് പവാർ പക്ഷത്തിൻ്റെ നിലനിൽപ്പിനെയും അത് ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുന്നു. അങ്ങനെ ശിവസേനകളുടെയും NCPകളുടെയും ഭാവി നിർണയിച്ച തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. ഒപ്പം തന്നെ കോൺഗ്രസിനും വളരെ നിർണായകമാണ്. കോൺഗ്രസിൻ്റെ ഭാവിയും മഹാരാഷ്ട്രയിൽ ശുഭമല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. എന്നാൽ BJPക്ക് മത്സരിച്ച സീറ്റുകളിൽ ഏതാണ്ട് 85% സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെയാണ് ശിവസേന ഷിൻഡെ വിഭാഗവും മത്സരിച്ച സീറ്റുകളിൽ ഏതാണ്ട് 90% സീറ്റുകൾ നേടുന്നു. ശരത് പവാർ പക്ഷത്തു നിന്നും പോന്ന് അജിത് പവാർ BJP പക്ഷത്തിനൊപ്പം ചേർന്നപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു ലോക്സഭാ സീറ്റിൽ മാത്രമാണ് അജിത് പവാർ പക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ അജിത് പവാറിൻ്റെ പക്ഷം 35 സീറ്റോളം നേടിക്കൊണ്ട് തങ്ങളാണ് NCP, യഥാർത്ഥ NCP എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ അതിശക്തമായ ഒരു വിജയം നേടിയിരിക്കുന്നു. BJPക്ക് കൂടുതൽ ശിവസേനയെ അംഗീകരിക്കേണ്ടി വരുന്നു, അതുപോലെ തന്നെ NCP അംഗീകരിക്കേണ്ടി വരുന്നു. ഒരു ശക്തമായ മുന്നണിയായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശിവസേനയുടെ ഷിൻഡെയെയും അജിത് പവാറിനെയും ദേവേന്ദ്ര ഫട്നാവിസിനെയും ചേർത്തുകൊണ്ട് ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തി തങ്ങളുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അമിത്ഷാ 3 പേരെയും പ്രത്യേകം വിളിച്ച് അഭിനന്ദിക്കുന്നു. കാരണം അത്രയും മികച്ച ഒരു വിജയമാണ് ഈ 3 ഘടകകക്ഷികളും 3 കക്ഷികളും NDA പക്ഷത്ത് നിന്ന് നേടിയിട്ടുള്ളത്. അത് വലിയ രാഷ്ട്രീയ മാറ്റത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയമായ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് മഹാരാഷ്ട്രയെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജേഷ്. യെസ്, ശിവസേനയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയെ വിറപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് മുംബൈ പോലുള്ള നഗരങ്ങളിൽ അവരുടെ ആ ബന്ധം കാലങ്ങളോളം ആ ശിവസേന എന്ന് പറയുമ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ബിനീഷ് സൂചിപ്പിച്ചതുപോലെ ഉദ്ധവ് താക്കറെ കൊണ്ടു നടന്ന ആ ശിവസേന 2 ഭാഗങ്ങളായി പിരിയുകയും അതിൻ്റെ യഥാർത്ഥ ആർക്കാണ് ശക്തി, ആരാണ് ഔദ്യോഗിക പക്ഷം എന്ന ഒരു വാദങ്ങൾക്കൊക്കെ ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി 2 പക്ഷത്തേക്ക് എത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ബിനീഷ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസുമായി ഉണ്ടാക്കിയ ഒരു അലയൻസ് ജനങ്ങൾക്ക് ദഹിച്ചില്ല എന്നാണോ, ഒരുപക്ഷെ ഉദ്ധവ് താക്കറെ പക്ഷത്തിനെ മടുത്തു എന്നാണോ നമുക്ക് വിലയിരുത്തേണ്ടത്? രാജേഷ്, ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്കറിയാം, 1995 കോൺഗ്രസിനെ വലിയ തോതിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാൽ താക്കറെയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ ശിവസേന അധികാരത്തിലേക്ക് വരുന്നത്. അന്ന് ബാൽ താക്കറെയ്ക്ക് മുഖ്യമന്ത്രിയാകുവാൻ യാതൊരു തടസ്സം ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ശിവസേനയെ നയിക്കുക മാത്രമാണ്, അധികാര കസേരയിൽ ഇരിക്കില്ല, മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കില്ല എന്നൊരു തീരുമാനമായിരുന്നു അന്ന് എടുത്തിരുന്നത്. അങ്ങനെയാണ് മനോഹർ ജോഷി ശിവസേനയുടെ മുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയിൽ എത്തുന്നത്. അക്കാലഘട്ടത്തിൽ പോലും BJP അവിടെ തീർത്തും അപ്രസക്തമായ ഒരു രാഷ്ട്രീയ കക്ഷിയായിരുന്നു. എന്നാൽ പതുക്കെ BJP മഹാരാഷ്ട്രയിൽ വളരുകയായിരുന്നു. അതും ശിവസേനയുടെ തണലിൽ തന്നെ, ബാൽ താക്കറെയുടെ തണലിൽ വളർന്ന പാർട്ടിയാണ് മഹാരാഷ്ട്രയിൽ BJP എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ശിവസേനയിൽ നിന്നും ശിവസേനയുടെ അതിതീവ്ര ഹിന്ദുത്വ നിലപാടുമായി കലഹിക്കുന്നവരായിരുന്നു ശിവസേന വിട്ട് BJPയിലേക്ക് വന്നിരുന്നത്. അന്ന് താക്കറെയോട് പലരും ഉപദേശിച്ചതാണ്, ഇങ്ങനെ പോകുന്നവരെ നിങ്ങളുടെ ഘടകകക്ഷിയായ BJPയിലേക്ക് എടുക്കരുതെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അന്ന് താക്കറെ പറഞ്ഞത്, ഇവിടെ നിന്നും പോകുന്നവർ BJPയിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് അത് കുഴപ്പമില്ല, അവരെ അംഗീകരിക്കുന്നു എന്ന ഒരു നിലപാടായിരുന്നു ബാൽ താക്കറെ എടുത്തത്. ആ ഒരു നിലപാട് കൊണ്ട് മഹാരാഷ്ട്രയിൽ വളർന്ന കക്ഷിയാണ് BJP. അത് മാത്രമല്ല, ശിവസേനയുടെ ഒപ്പം നിൽക്കുന്ന പ്രവർത്തകരാണെങ്കിലും തീവ്രമായ നിലപാടുകളാണ്. അവർക്ക് മറാത്ത നിലപാടാണെങ്കിലും അതികഠിനമായ ശക്തമായ നിലപാടാണ്, ഹിന്ദുത്വവാദവുമാണെങ്കിലും അതിശക്തമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത്. അവിടെ നിന്നും ഉദ്ധവ് താക്കറെയിലേക്ക് വരുമ്പോൾ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുകയും BJP അതിന് സമ്മതിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ BJP പാളയത്തിൽ നിന്നും പിണങ്ങി മറുപക്ഷത്ത് പോകുന്നു. കോൺഗ്രസിൻ്റെയും
ശരത് പവാർ NCPയുടെയും ഒക്കെ ഭാഗം ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നു. അതിനെ പക്ഷേ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ ആദർശവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നവരല്ല ശിവസേനയുടെ പ്രവർത്തകർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവരുടെ നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടും ഒരിടത്തും ഒന്നിച്ചു പോകുന്നതെന്നല്ല. മതേതര നിലപാടാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ശിവസേനയുടേത് തീവ്രമായ നിലപാടാണ്. പ്രാദേശികവാദമുണ്ട്, അതിനകത്ത് അതിതീവ്രമായ ഹിന്ദുത്വമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് അംഗീകരിക്കുവാൻ കഴിയില്ല. നമുക്കറിയാം സവർക്കറെ പറ്റി കോൺഗ്രസ് രാജ്യവ്യാപകമായി എതിർത്ത് പറയുമ്പോൾ അന്ന് ഉദ്ധവ് താക്കറെ പോലും പറഞ്ഞത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും മഹാരാഷ്ട്രയുടെ മണ്ണിൽ വന്നുകൊണ്ട് സവർക്കർക്കെതിരെ പറഞ്ഞാൽ ആ നാവ് ചവിട്ടിപ്പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ നേതാവാണ് ഉദ്ധവ് താക്കറെ. കാരണം അത്രയും തീവ്രമാണ് അവരുടെ ഹിന്ദുത്വം എന്നുള്ള കാര്യം തവർക്കല്ലേ. ആ സാഹചര്യത്തിൽ ആ സഖ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ, ശിവസേന പ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ തീർത്തും തകർന്നുപോയി എന്ന് പറയാൻ കഴിയില്ല. കാരണം 26 സീറ്റോളം ഇപ്പോഴും ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തിന് ലഭിക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ ജനങ്ങൾ ഈ ശിവസേനയല്ല അംഗീകരിക്കുന്നത്, ശിവസേനയുടെ സ്വത്വമുള്ള ശിവസേനയാണ് അംഗീകരിക്കുക. അതെന്തായാലും കോൺഗ്രസ് പക്ഷത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവില്ല എന്ന കാര്യം വ്യക്തമാണ്. ആ ഒരു സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് നേരിട്ടിട്ടുള്ള വലിയ തിരിച്ചടി. ആ തിരിച്ചടി ഉദ്ധവ് താക്കറെ തിരിച്ചറിയും എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. എന്തായാലും ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തോടും RSS അടക്കമുള്ള അവർക്ക് യാതൊരുവിധ എതിർപ്പില്ല. കാരണം അവർ കൂടി ഈ യഥാർത്ഥ ശിവസേനയിൽ വന്ന് ഒന്നാകണമെന്നുള്ള നിലപാടാണ് അക്കാര്യത്തിലുമുള്ളത്. എന്തായാലും വരും നാളുകളിൽ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന സൂചനകൾക്കും വലിയ പ്രസക്തിയുണ്ട്. രാജേഷ്, നമുക്ക് ജാർഖണ്ഡിലേക്ക് വന്നാൽ, ജാർഖണ്ഡിൽ നമുക്കറിയാം, നേരത്തെ തന്നെ നമ്മൾ പലതര സാഹചര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ്. നിരവധി ട്വിസ്റ്റുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഭൂമി കുംഭകോണ കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായതും ജയിലിലായതും പിന്നീട് പുറത്തിറങ്ങി വീണ്ടും മുഖ്യമന്ത്രി ആയതുമെല്ലാം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവരുടെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് 57 സീറ്റിലാണ് ഇന്ത്യ സഖ്യം മുന്നേറുന്നത്. NDA 23 സീറ്റിലാണ്. ആകെ 81 സീറ്റിലുള്ള ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് അവർ കടക്കുകയാണ്. അവിടുത്തെ രാഷ്ട്രീയം കൂടി നമുക്ക് പരിശോധിക്കാം. രാജേഷ്, ജാർഖണ്ഡിൽ ഭരണ തുടർച്ചയുണ്ടാകുന്നു. JMM അതിശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഹേമന്ത് സോറനെ ഭൂമി കുംഭകോണ കേസിൽ ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നു. ആ സമയത്ത് ചമ്പൈ സോറനെ ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയാക്കുന്നു. തിരിച്ച് ജയിൽ മോചിതനായി വരുമ്പോൾ ഹേമന്ത് സോറൻ വീണ്ടും അധികാരം തിരിച്ചെടുക്കുന്നു. അതിൽ പരിതപിച്ചുകൊണ്ട് ചമ്പൈ സോറൻ JMM വിട്ട് BJP പാളയത്തിലേക്ക് ചേർന്നു. BJPയുടെ ടിക്കറ്റിൽ ഇത്തവണ മത്സരിക്കുകയും ചെയ്തു. അങ്ങനെ JMMൽ ഒരു കലാപം ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. എത്രത്തോളം ശക്തമായിരുന്നോ JMM 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം ശക്തമായിരുന്നു, ആ ശക്തിയേക്കാൾ ഒരു പടി കൂടി ശക്തി വർദ്ധിച്ചിട്ടേയുള്ളൂ JMMന് ജാർഖണ്ഡിൽ. തീർച്ചയായിട്ടും ആദിവാസി മേഖലയിലാണ് ജാർഖണ്ഡിൻ്റെ വിധി എഴുതുന്നത്. വളരെ നിർണായകമായ ആദിവാസി മേഖല. ആ ആദിവാസി മേഖലയ്ക്ക് വേണ്ടി പോരാടി ബീഹാറിൻ്റെ വെട്ടിമുറിച്ച് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത് ഷിബു സോറൻ്റെ പുത്രനാണ് ഹേമന്ത് സോറൻ. ഷിബു സോറൻ സായുധ പോരാട്ടം വരെ നടത്തിക്കൊണ്ടാണ് ജാർഖണ്ഡ് എന്ന സംസ്ഥാനം രൂപീകരിക്കുകയും ആദിവാസികൾക്ക് വേണ്ടി അവരോടൊപ്പം നിന്ന് പോരാടുകയും ചെയ്തത്. ആ പോരാട്ടത്തെ ഇന്നും ജാർഖണ്ഡിലെ ആദിവാസികൾ നെഞ്ചോട് ചേർക്കുന്നുവെന്ന വ്യക്തമാക്കുന്നതാണ് ഹേമന്ത് സോറനും അതേ പിന്തുണ അവർ നൽകുന്നു എന്നുള്ളത്. ഹേമന്ത് സോറനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൽപ്പന സോറനും സഹോദരൻ ബസന്ത് സോറനും അടങ്ങുന്ന ഒരു സംഘം തന്നെയാണ് JMMനെ ജാർഖണ്ഡിൽ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ആ 3 പേരും മത്സരരംഗത്തുമുണ്ടായിരുന്നു. വലിയ വിജയം നേടുന്നു. തീർച്ചയായിട്ടും ആദിവാസി മേഖലകളിലേക്ക് കടന്നു കയറി JMMനെ തകർക്കുവാനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനുള്ള പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ജാർഖണ്ഡിൽ വിലപ്പോയില്ല. അല്ലെങ്കിൽ ഹേമന്ത് സോറനോട് ചെയ്തത് ശരിയായില്ല. ഹേമന്ത് സോറൻ ഇന്നും ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുവെന്ന് ജാർഖണ്ഡിലെ ജനത, അവിടുത്തെ ആദിവാസി സമൂഹം വ്യക്തമാക്കുകയാണ്. ആ ഒരു ഉറച്ച തീരുമാനമാണ് BJPക്ക് അവിടെ നേരിയ തരത്തിൽ. കഴിഞ്ഞ തവണ 30 സീറ്റ് ഉണ്ടായിരുന്ന BJP ഇത്തവണ 27 സീറ്റിലേക്ക് ജാർഖണ്ഡിൽ താഴുകയാണ്. നമുക്കറിയാം,
ജാർഖണ്ഡിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ മാറി മാറി ഭരണം വരുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് മാറ്റം വന്നിരിക്കുന്നു. തുടർ ഭരണം ഉണ്ടായിരിക്കുന്നു. JMM നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യമാണ് അവിടെയുള്ളത്. അവിടെ കോൺഗ്രസ് രണ്ടാം കക്ഷിയാണ്, JMMന്റെ താഴെ രണ്ടാം കക്ഷിയാണ്. ആ JMMനെ വഴങ്ങിക്കൊണ്ട് അവിടെ ഒരു സഖ്യം ഉണ്ടാക്കി BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ശ്രമമായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അതിൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു. JMM അവിടെ ശക്തമായി തുടരുന്നു. BJPക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. മാറി മാറി ഭരണം വരുന്ന ആ രീതിക്ക് അവിടെ തടസ്സമുണ്ടായിരിക്കുന്നു. JMM വീണ്ടും അധികാരത്തിലെത്തുന്നു. യാതൊരു സംശയമില്ല. JMM ജാർഖണ്ഡിന്റെ പാർട്ടിയാണ്, ജാർഖണ്ഡിന് വേണ്ടി നിലകൊണ്ട പാർട്ടിയാണ്, ജാർഖണ്ഡ് രൂപീകരിച്ച പാർട്ടിയാണ്. അവർക്കൊപ്പമാണ് ജാർഖണ്ഡ് ജനത എന്ന കാര്യത്തിൽ വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. രാജേഷ്. യെസ്.